من أظهر لنا سوءا لم نأمنه ولم نصدقه ولم نصدقه وإن قال إن سريرته حسنا. നമ്മളോട് ആരെങ്കിലും അരുതാത്തത് പറയുകയാണെങ്കിൽ നമ്മളത് സ്വീകരിക്കുകയില്ല, തള്ളിക്കളയും. അവരുടെ മനസ്സിനുള്ളിൽ കിടക്കുന്നത് ശരിയാണെങ്കിലും. ചിലർ പറയില്ലേ, ചില മനുഷ്യന്മാര് വല്ലാതെ ചൂടാണ്, പ്രകൃതക്കാരുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഉമ്മ പറയും കുട്ടികളെ വാപ്പാന്റെ വർത്താനം നോക്കണ്ട, മനസ്സിലൊന്നും ആ സാധുവിനില്ല. അങ്ങനത്തെ വാപ്പാരൊക്കെ ഉണ്ടാവും ഇവിടെ ഇരിക്കണില്ലേ. വാപ്പാന്റെ മനസ്സിലൊന്നുമില്ല, അത് പിന്നെ അങ്ങനെ പറച്ചിലൊരു പറയലാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് വാപ്പാര് മനസ്സിലാക്കണം. പഴയ കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികൾ. പഴയ വാപ്പമാരുടെ ഒരു ശീലം നമ്മൾ കണ്ടുപിടിച്ചത് ഇപ്പൊ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പണ്ട് ഉസ്താന്മാരൊക്കെ അടി കിട്ടി പഠിച്ചതാ. ഹാഫിദീങ്ങളൊക്കെ ശരിക്ക് കാലിന് അടികൊണ്ട് തഴമ്പുണ്ടായിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ഇപ്പത്തെ ഹാഫിദിനെ പഠിക്കുന്ന കുട്ടികളെ അടിക്കാൻ പാടില്ല. അടിക്കാതെ പഠിപ്പിക്കാൻ കഴിയും. കിട്ടിയടിയൊക്കെ കൊടുക്കാനുള്ളതല്ല, അതാ ഞാൻ പറയണത്. ഇങ്ങോട്ട് കിട്ടിയ അനുഭവങ്ങൾ തിരിച്ച് ചീത്തയാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പാടില്ല. മദ്രസയിലൊക്കെ അടിക്കാതെ പഠിപ്പിക്കാൻ കഴിയണം ഉസ്താദ്മാർക്ക്. അതിനാണ് ഇനി ട്രെയിനിങ് വേണ്ടത്. വടിനെ പേടിച്ചിട്ട് പഠിക്കുക, അങ്ങനെ വടി ഇല്ലാണ്ട് പഠിപ്പിക്കാൻ കഴിയും. അങ്ങനെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരുണ്ടല്ലോ, എത്രയോ ആൾക്കാരുണ്ട്. ഞാനൊരു അധ്യാപകനാണ്. നാളെ ഞായറാഴ്ച രാവിലെ സ്കൂളാണ്. ഇന്നിപ്പോ പള്ളിയല്ല, ശനിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച സ്കൂൾ. അവിടെ നമുക്ക് ഞായറാഴ്ച സ്കൂൾ. അടിക്കാന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ. വടി പോയിട്ട് ചീത്ത പറയാ, സംസാരിക്കുന്ന കുട്ടികളോട് ഷട്ടപ്പ് എന്ന് പോലും പറയാൻ പാടില്ല. ഒക്കെ ജോലി അങ്ങ് നഷ്ടപ്പെടുന്നു. അത്രയും മോശമായ വാക്കാണ് അതൊക്കെ. അന്ന് ഉപയോഗിച്ചുവിടാന്ന്. അതിന് വേറെ പല വാക്കുകൾ ഉപയോഗിക്കുക. ബി ക്വയറ്റ് എന്നോ, കാം ഡൗൺ, കൂൾ ഡൗൺ അങ്ങനെയൊക്കെ പറയാന്നല്ലാണ്ട് ഷട്ടപ്പ് എന്ന് പറയാൻ പാടില്ല. പിന്നല്ലേ അടിക്കല്. അടിക്കാതെ നമ്മൾ ചെറുതും വലുതുമായ മക്കളെ പഠിപ്പിക്കുന്നു. എനിക്കും തോന്നി ഈ അടിയൊക്കെ കൊടുത്താലേ ശരിയാവുള്ളൂ. പിന്നെ മനസ്സിലായി, അടിക്കാണ്ടി പഠിപ്പിക്കാൻ കഴിയും. ശരിക്കും അച്ചടക്കത്തിൽ മക്കൾ പഠിക്കും, അവർക്ക് ഇഷ്ടമാവും. മദ്രസ കുട്ടിയൊക്കെ പോകാൻ പേടിയാണ്. സ്കൂൾക്ക് നല്ല താല്പര്യത്തിൽ ഒരുങ്ങുന്ന കുട്ടി മദ്രസക്ക് ഞാൻ എൻ്റെ ഉസ്താദിന്റെ അടിന്റെ ഊക്കൊണ്ട് സുബ്ഹാനല്ലാഹ്, അടിച്ചാലേ പഠിക്കാൻ കഴിയൂ. അങ്ങനെ ഇല്ല ഉസ്താദുമാരെ. ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുമെന്ന്. അതിനെപ്പറ്റി ഒരു ട്രെയിനിങ് ഒക്കെ പോകണം. ഞാൻ പഠിച്ചതിന് 4 കൊമ്പാന്ന് വിചാരിക്കരുത്. അതിൻ്റെ അപ്പുറത്തുണ്ട് കാര്യങ്ങൾ. ലോകത്ത് വിജയിച്ചൊരു സംഭവമാണിത്. അടിക്കരുത് കുട്ടികളെ. തഅദീബിന് വേണ്ടി ഗൈറ മുബർരിഹിൻ, ഉമ്മവാപ്പന്മാർക്ക് അവർക്ക് മുറിവില്ലാത്ത രീതിയിൽ അവരെ അടിക്കാം. അല്ലെ ഉസ്താദന്മാർക്ക് തഅദീബിന് വേണ്ടി. ഇപ്പൊ അടിക്കണ അടിക്ക് എന്തടി അടിക്കണത്? അങ്ങനെ ചെയ്യരുത്. കിട്ടിയതൊക്കെ കൊടുക്കാനുള്ളതല്ല. നമ്മൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വരും തലമുറക്ക് തിരിച്ചു കൊടുക്കാനുള്ളതല്ല. വാപ്പമാരോടും പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിട്ട് തന്നെ പെരുമാറുക. വായ കൊണ്ട് പറയുന്ന വാക്ക് ഉമ്മമാര് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് വിളിച്ചു പറയാ, ചീത്തയും പഴയ കഥകളൊക്കെ. എന്നിട്ട് പിന്നെ അവസാനം ഉമ്മാക്കൊരു വിഷമം തോന്നി പറഞ്ഞാട്ടോ മക്കളെ പൊരുത്തപ്പെട്ടളി. ഇതൊന്നും മക്കൾക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. ചിലപ്പോ ഒരുപാട് വേദന ഉണ്ടാക്കും കൽബിൽ. അങ്ങോട്ട് പൊട്ടിത്തെറിക്കുക, പിന്നെ അങ്ങോട്ട് തണുക്കുക. പൊട്ടിത്തെറിക്കാൻ പാടില്ല. അവിടെയാണ് മുഅ്മിനിന്റെ കഴിവ്. അവിടെയാണ് സത്യവിശ്വാസിയുടെ സത്യസന്ധതയും സൽ സ്വഭാവവും. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ മാർഗത്തിൽ ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ.